ഗോവ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ വീഡിയോ. നിങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഗോവയിൽ വന്ന് എവിടെ ഇറങ്ങണം, ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം, നിങ്ങൾ അവിടുന്ന് എങ്ങനെ എവിടേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും കുറവിൽ നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവരുതെന്നുള്ള ഒരു വലിയൊരു ചിന്ത കൂടിയുണ്ട് ഈ വീഡിയോയിൽ. ഇത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര ഗോവയിലേക്കുള്ളത് തുടങ്ങുക. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളിവിടെ 9 മണിക്ക് എത്തി. 10:20 ട്രെയിൻ വരുള്ളൂ. ധാരാളം ഹോട്ടലുകളുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ. അതുപോലെ തന്നെ തട്ടുകടകളും 2-4 കാണാനുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കഴിച്ചു പോകുന്ന ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ തന്നെ കയറാൻ തീരുമാനിച്ചു. അവിടുന്ന് എല്ലാവരും ദോശ കഴിച്ചു. നല്ല ദോശ, ഗ്രേവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ചമ്മന്തി ഉണ്ട്. 4 ആൾ ഭക്ഷണം വയറ് നിറയെ കഴിച്ചിട്ട് 140 രൂപയേ ഉള്ളൂ. ഇവർ തമിഴ്നാട്ടുകാരത്രേ, പക്ഷെ ജനിച്ചതൊക്കെ കേരളത്തിൽ തന്നെയാണ്. എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ വേറൊരാൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തുക, അപ്പോൾ അവർക്ക് വാങ്ങി കൊടുത്തു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ നമ്മുടെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ടിക്കറ്റ് ഓൾറെഡി ഞങ്ങൾ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വന്നത്, അത് ഞങ്ങൾ എടുത്തത് കുറ്റിപ്പുറത്തു നിന്നാണ്. ഇത് ഷൊർണൂർ കഴിഞ്ഞ പട്ടാമ്പി കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പുറം. അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറത്ത് നിന്നുള്ള ടിക്കറ്റ് എടുത്തത്. മുന്നെയാണ് ഞങ്ങൾ കയറുന്നത്. ശരിക്കും ബോർഡിങ് ഇപ്പം നമ്മൾ ഷൊർണൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൊർണൂർ കഴിഞ്ഞ് വരുന്ന പട്ടാമ്പിയിൽ നിന്നോ അല്ലെങ്കിൽ കുറ്റിപ്പുറത്ത് നിന്ന് കയറാം. പക്ഷേ കുറ്റിപ്പുറത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൊർണൂരിൽ നിന്ന് കയറാൻ പറ്റില്ല. അത് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സംശയം കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ ഡയറക്റ്റ് വന്ന് TTRനെ കണ്ട് TTR പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടുന്ന് കുറ്റിപ്പുറം വരെയുള്ള സാധാ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കയറാം. റിസർവേഷൻ ചെയ്ത ആൾ അതിലില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ തൽക്കാലം അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ സാധാരണ ടിക്കറ്റ് എടുത്ത് ഞങ്ങളുടെ S1 ആണ്. എന്നിട്ട് ഞങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടുള്ള S1 ആണ്. അപ്പോൾ അതിൽ കയറാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. കുറ്റിപ്പുറം ടു തിവിയും ടിക്കറ്റ് ചാർജ് വരുന്നത് റിസർവേഷൻ വരുന്നത് 525 രൂപ ഒരാൾക്ക്. അത് ഞങ്ങൾ തൽക്കാൽ റിസർവേഷനാണ് ചെയ്തത്, ഗുരുവായൂർ പോയിട്ടാണ് ചെയ്തത് കേട്ടോ. സാധാ ടിക്കറ്റ് ജനറലിൽ വരുന്നത് 240 രൂപ വരുന്നുള്ളൂ ഒരാൾക്ക്, ഗോവ വരെ, തിവിയും വരെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു, ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. തിരക്കൊന്നുമില്ല, സാറ് പറഞ്ഞ് തിരക്കില്ല. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് തന്നെയാണ് 51, 52, അതുപോലെ 53, 54. അപ്പോൾ എറണാകുളം ഓഖ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നത്. ഞാൻ പേര് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല ഈ വീഡിയോയിൽ. എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം നേരം വെളുത്ത് ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല, തിരക്കുന്നില്ല. കുറേ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇരുട്ടാവുന്നുണ്ട്, കഴിഞ്ഞ വെളിച്ചം വരുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി. ഇതവിടെ ഏകദേശം തിവിമ്മിലെത്തുമ്പോൾ മഡ്ഗോണിൽ ഒരു 11 മണിക്ക് എത്തും. അതുപോലെ തന്നെ 1 മണിക്കൂറുണ്ട് ഈ മഡ്ഗോണിൽ നിന്ന് തിവിമ്മിലേക്ക്. അപ്പോൾ 12 മണി 12:30ക്കാണ് അവിടെ സമയം കാണിക്കുന്നത് എത്തുന്നുള്ളത്. എന്തായാലും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. തിവിം സ്റ്റേഷനിൽ വണ്ടി 12:30ക്ക് ഇറങ്ങി. ഞങ്ങൾ പുറത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഓട്ടോ ടാക്സിയുടെ
ഒരു ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ഒരു സംഭവമാണ് ഇവിടെ. എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ള റേറ്റൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് ബാഗ ബീച്ചിലേക്കാണ്. അവിടേക്ക് 900 രൂപയാണ് അവിടെ റേറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ അധികം നമ്മളെ ആളുകൾ പറ്റിക്കില്ല, വണ്ടിക്കാരും നമ്മളെ പറ്റിക്കാനുള്ളൊരു വഴി വരുന്നില്ല. ഞങ്ങൾ വരിക്കുന്ന ടിക്കറ്റ് എടുത്ത് ഇയാളെ ഏൽപ്പിച്ചു. ഒരു കോപ്പി ആയാലും ഒരു കോപ്പി നമ്മുടെ വെച്ചു. ഇവിടുന്ന് 24 കിലോമീറ്ററാണ് ബാഗ ബീച്ചിലേക്ക്. 900 രൂപയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ അധികം വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ പണികൾ നടക്കുന്ന ഏരിയകൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 രൂപ കൂടുതൽ കൊടുക്കേണ്ടിവരും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 900 രൂപ മാത്രം മതി. ഇത് ബാഗ ബീച്ചൊക്കെ വരുന്നത് നോർത്ത് ഗോവയിലാണ്. മഡ്ഗോൺ സൗത്ത് ഗോവയാണ്. മഡ്ഗോണിന്ന് ബാഗ ബീച്ചിൻ്റെ അവിടേക്ക് 50 കിലോമീറ്ററോളം വരും, 52 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അധികം ചാർജ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് പ്രകാരം ഞങ്ങൾ ഇങ്ങനെയാണ് യാത്ര തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഈ യാത്രയൊക്കെ നമ്മൾ ഇങ്ങനെ വന്നത് ഒരു ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വന്നത് ഒരു പൊട്ടത്തരായി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ 900 രൂപ 4 ആൾക്ക് ഇപ്പോൾ ഇത് 24 കിലോമീറ്റർ നമ്മളെ ഒരു ബാഗ ബീച്ചിൻ്റെ അവിടെ എത്തിച്ചെന്നു. റൂം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ വന്നിട്ടാണ് ഞങ്ങൾ റൂമൊക്കെ നോക്കിയത്. അപ്പോൾ ഇഷ്ടംപോലെ റൂമുകൾ അവിടെ കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് 2 റൂമുകൾ 1500 രൂപയ്ക്ക് 2 റൂം കിട്ടി. ഞങ്ങൾ 4 ആൾക്ക് സുഖമായിട്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിൽ. ബാഗ ബീച്ചിലേക്ക് പോകുന്ന പ്രധാന വഴിയാണിത്. 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ നിന്ന്, ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇവിടേക്ക്. അപ്പോൾ ഈ വഴിയിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇനി ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ വന്ന് നിറയും. നൈറ്റാണ് ഇവിടുത്തെ ലൈഫ്. അപ്പോൾ അപ്പോഴാണ് ഈ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ള കടകളുടെയും കാണാനൊരു പ്രത്യേക സൗന്ദര്യം ഉള്ളത്. എന്നാൽ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ഓരോ കടകൾ കാണുമ്പോഴും അതിലേക്ക് കയറി നിന്ന് കാണാനുള്ള ഒരു ഇത് വരും. അത്യാവശ്യം നല്ല കടകളുണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്. എല്ലാ റെസ്റ്റോറൻറ്റിലും ബാറുകൾ അറ്റാച്ച്ഡ് ആണ്. അതായത് അവിടെ ഇതും കിട്ടും, മദ്യം കിട്ടും അവിടെ. അല്ലാതെ തന്നെ ഓരോ 3 കടകളുടെ ഈ ഏരിയയിലല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ വൈൻ ഷോപ്പുകളുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലത്തൊക്കെ കിട്ടുന്നതിനേക്കാൾ 3-ൽ 1 വിലയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ബാറിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ മദ്യം കുടിക്കാനൊക്കെ ആയിട്ട് അവിടെ മദ്യത്തിന് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം വില വരുന്നുണ്ട്. ഇനി ബീച്ച് സൈഡിൽ ഉള്ള കുറേ ഇതുണ്ട്, അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ബീറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നിറഞ്ഞ് കഴിയും. അതായത് ഒക്കെ നല്ല ഉഗ്രം ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ, വീഡിയോ എടുക്കാൻ പറ്റിയ ഏരിയ, ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ. ഈ ഐ ലവ് ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് ധാരാളം ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഞാൻ സൗണ്ട് ഇതിലെ പാട്ട് എവിടെ നോക്കിയാലും പാട്ടുണ്ടാവുക, ഫുൾ മ്യൂസിക്കാണ്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഒരു വിഷയം വരേണ്ടതായിട്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിക്കണത്, ഒന്ന് സ്പീഡ് കൂട്ടിക്കണതൊക്കെ. ഇനി നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്നുകൊണ്ട് കാണുക, ബാക്കി ഞാൻ പറഞ്ഞുതരാം.
ഞങ്ങളുടെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. 1500 രൂപ 2 റൂം പറഞ്ഞില്ലേ, അതിൻ്റെ മുതലാളിയാണ് ഇരിക്കുന്നത്. അവർ താഴത്തെ അവരുടെ വീടാണ്, അവിടെ കടയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ സൗകര്യങ്ങളൊക്കെ കിട്ടി. ഇയാൾ പറഞ്ഞ പ്രകാരം ഇനി ഞങ്ങൾ ടാക്സി വിളിക്കാൻ നോക്കിയപ്പോൾ 1800 രൂപ പറഞ്ഞത്, അതായത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ ബാഗ ബീച്ചിൽ. അപ്പോൾ ഞങ്ങൾ ത്രൂ ബസ്സിന് പോകാൻ കയറി. ബസ്സിന് ഒരാൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ മഡ്ഗോണിലേക്ക് എത്തുന്നു പറഞ്ഞു. പിന്നെ ഒരാൾക്ക് 400 രൂപ എന്നുള്ളത് 1800 1400 രൂപ. ശരിക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞത് അതാണ്. ഞങ്ങൾ അവിടുന്ന് ത്രൂ മുഖാന്തരം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മഡ്ഗോണിൽ ഇറങ്ങിയിട്ട് വരായിരുന്നു എന്നുള്ളത്. കുറേ ആളുകളുടെ കമൻറ്റും കുറേ ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിയണ്ടായി. ഗോവയ്ക്ക് വരുമ്പോൾ നിങ്ങൾ നോർത്ത് ഗോവയിലേക്ക് പോകണം, അതായത് നിങ്ങൾ തിരുമല ഇറങ്ങിയിട്ട് വേണം പോകാമെന്നൊക്കെ. ആ പ്രകാരമാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയാനും മഡ്ഗോണിൽ ഇറങ്ങുക, സൗത്ത് ഗോവ മഡ്ഗോണിൽ ഇറങ്ങുക. അവിടെ നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണാൻ ഷട്ടിൽ ബസ്സുകളുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് ബൈക്കുകൾ റെൻറ്റിന് കിട്ടും, സ്കൂട്ടർ റെൻറ്റിന് കിട്ടും, കാറുകളൊക്കെ റെൻറ്റിന് കിട്ടും. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ ബസ് സർവീസ് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഷട്ടിൽ ബസ്സിലൊക്കെ നിസ്സാര പൈസ ഉള്ളൂ. ഞങ്ങളിത് ഈ സ്ഥലം ഇത് പനാജിം അല്ലെങ്കിൽ പനാജി എന്ന് പറയുന്ന പ്രധാന ഒരു നഗരമാണ്. ഈ നഗരത്തിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ 50 രൂപയാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ പനാജിയിൽ നിന്ന് മഡ്ഗോണിലേക്ക് ഞങ്ങൾക്ക് ആകെ വന്നത്. ഏകദേശം 29 കിലോ 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ദൂരം സഞ്ചരിക്കാൻ വെറും 50 രൂപയാണ് ഒരാൾക്ക് ചിലവ് വന്നത്. ഇത് ചെന്നിറങ്ങുന്നത് സ്റ്റാൻഡിലായിരിക്കും, മഡ്ഗോൺ സ്റ്റാൻഡിലായിരിക്കും, ബസ് സ്റ്റാൻഡിലായിരിക്കും. അവിടെ നിന്ന് അപ്പോൾ തന്നെ വേറെ ഷട്ടിൽ ബസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇടയ്ക്ക് എപ്പോഴും ഓരോ ബസ് പോകുന്ന അടുത്ത ബസ് ഉണ്ട്. അവിടുന്ന് 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ, 10-15 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. 10 രൂപ കൊടുക്കുക. അവിടുന്ന് ഇതേപോലെ ഇറങ്ങി ഒരു 100-200 മീറ്റർ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിർത്തും. അവിടുന്ന് നടക്കുക, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ പോരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഗോവ കാണാൻ സന്ദർശിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടുന്ന് ത്രൂ ബസ് മുഖാന്തരം എല്ലായിടത്തേക്കും പോകാൻ കിട്ടും. ഭാഷയൊന്നൊരു പ്രശ്നമല്ല, അറിയാത്തവർക്കും വരാം. ഒക്കെ അതിനുള്ള മലയാളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, അവരൊക്കെ പറഞ്ഞു. ഓക്കെ ബൈ. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. കാരണം ഇതിൽ കുറേ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ എഴുതണം, ലൈക്ക് ചെയ്യണം, ഇതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഒരു അപേക്ഷയാണ്, പറഞ്ഞാൽ ആൾക്കാർ ചെയ്യണുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ബൈ.